കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്ലാസ്മേനെ പറ്റി പഠിച്ചു. പ്ലാസ്മ പ്രോട്ടീൻസ്, ഫങ്ഷൻസ് ഓഫ് പ്ലാസ്മ പ്രോട്ടീൻസ് ആൻഡ് ദ ടൈപ്സ് അല്ലേ. സോ ഇൻ ദിസ് ടോപ്പിക് we are going to study about erythrocytes or RBCs, red blood cells എന്ന് ഫുൾ ഫോം പറയും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന നെക്സ്റ്റ് ടോപ്പിക്സ് എല്ലാം എന്ന് പറയുന്നത് ബ്ലഡ് സെൽസ് ആണ്. RBC, WBC ആൻഡ് പ്ലേറ്റ്ലെറ്റ്സിനെ പറ്റി. അപ്പോൾ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് RBCs. സോ എറിത്രോസൈറ്റ്സ്, ആ പേരിന്ന് തന്നെ അണ്ടർസ്റ്റുഡ് ആണ്. എറിത്രോസ് മീൻസ് റെഡ് ആൻഡ് സൈറ്റ്സ് മീൻസ് സെൽസ്. അപ്പോൾ എറിത്രോസൈറ്റ്സ് എന്ന് പറയുമ്പോൾ റെഡ് കളേർഡ് സെൽസ്, അതാണ് ഇപ്പോൾ റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നു. To say about the morphology of RBCs, ഫസ്റ്റ് അതിൻ്റെ ഷേപ്പിനെ പറ്റിയിട്ടാണ്. സോ RBCs are biconcave and disc shaped with a thin center and thick periphery. അതായത് സെൻറ്റർ പോർഷൻ തിന്നാണ്, തീരെ കട്ടിയില്ലാത്ത ഭാഗമാണ്. ആൻഡ് പെരിഫറൽ പോർഷൻ എന്ന് പറയുന്നത് നല്ല തിക്കായിട്ടുള്ള പോർഷനുമാണ്. അതാണ് ആ ബൈക്കോൺകേവ് ഷേപ്പ് അല്ലെങ്കിൽ ഡിസ്ക് ഷേപ്പ് എന്നുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സെൻറ്റർ പോർഷൻ തിന്നായതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് പെയിൽ ഇൻ കളർ, അതായത് ലൈറ്റ് കളേർഡാണ്. സെൻറ്റർ പോർഷൻ ലൈറ്റ് കളേർഡാണ്, തിക്കായിട്ടുള്ള പോർഷനാണ് കുറച്ച് ഡാർക്ക് കളേർഡായിട്ട് ഇരിക്കുന്നത്. സോ ദ സെൻറ്റർ പോർഷൻ ഇസ് പെയിൽ ദാറ്റ് ഒക്യുപ്പൈസ് അപ്രോക്സിമേറ്റ്ലി 1/3 ഓഫ് ദി സെൽസ് ഡയമീറ്റർ. ഓക്കെ, പിന്നെ എന്താണ് ഈ ഒരു ബൈക്കോൺകേവ് ഷേപ്പിൻ്റെ advantages of biconcave shape? So the first advantage is that it can easily squeeze through the capillaries while passing without getting damaged. അപ്പോൾ ഈ RBCക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ, ഈ ഒരു ബ്ലഡ് വെസൽസിൻ്റെ ഉള്ളിൽ കൂടെ, വളരെ മൈന്യൂട്ടായിട്ടുള്ള കാപ്പിലറീസിൻ്റെ ഉള്ളിൽ കൂടെ പോലും സ്ക്വീസ് ചെയ്ത് ഞെരുങ്ങി മടങ്ങി വളരെ ഫ്ലെക്സിബിളായിട്ടൊക്കെ പോകാൻ പറ്റുന്നത് ഈ ബൈക്കോൺകേവ് ഷേപ്പ് ആയതുകൊണ്ട് മാത്രം ആണ്. Then provides large surface area for absorption and removal of different substances. ഇപ്പോൾ ഈ RBC അല്ലെങ്കിൽ ബ്ലഡ് ആണല്ലോ ഓരോ മെറ്റീരിയൽസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്തേക്കൊക്കെ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നത്. അപ്പോൾ അതിൽ RBCക്ക് നല്ലൊരു റോളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മെറ്റീരിയൽസിനെല്ലാം അബ്സോർബ് ചെയ്യാനും അതേപോലെ തന്നെ റിമൂവ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ലാർജർ സർഫസ് ഏരിയ ഈ ഒരു ബൈക്കോൺകേവ് ഷേപ്പ് കൊടുക്കും. Then helps in the equal and rapid diffusion of oxygen and other substances into the interior of the cell. അപ്പോൾ എല്ലാത്തിൻ്റെയും ഈ ഓക്സിജൻ്റെ എല്ലാത്തിൻ്റെയും പെട്ടെന്ന് റിമൂവൽ അല്ലെങ്കിൽ ആ ഒരു ഏത് ഭാഗത്തേക്കാണ് അത് ആവശ്യമുള്ളത് അതിനെ പെട്ടെന്ന് തന്നെ എലിമിനേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഇത് സഹായിക്കുന്നു. അപ്പോൾ അതൊക്കെയാണ് ഈ ബൈക്കോൺകേവ് ഷേപ്പിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. സോ മോർഫോളജി എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് അതിൻ്റെ ഷേപ്പ് വരും, പിന്നെ അതിൻ്റെ സ്ട്രക്ചർ വരും, അതിൻ്റെ സൈസ് വരും, അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് വരുന്നത്. സോ നമ്മളിപ്പോൾ ആദ്യം ഷേപ്പിനെ പറ്റി പറഞ്ഞു. ദെൻ ദ നെക്സ്റ്റ് ഇസ് അബൌട്ട് ദി സൈസ് ഓഫ് RBCs. അപ്പോൾ ഇതാണ് നമ്മുടെ RBCയുടെ മൈക്രോസ്കോപ്പിക് വ്യൂ എന്ന് പറയുന്നത്. സോ നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ മുകളിൽ തന്നെ നോക്കുന്നത്. സോ ദാറ്റ് ഇസ് ദി ടോപ്പ് വ്യൂ. അപ്പോൾ ഈ ടോപ്പ് വ്യൂവിൽ RBCനെ ഇങ്ങനെയാണ് കാണുന്നത്, വിത്ത് എ തിൻ സെൻറ്റർ ആൻഡ് തിക്ക് പെരിഫറി. അപ്പോൾ ആ തിൻ സെൻറ്റർ ആയതുകൊണ്ട് തന്നെ സെൻറ്റർ പോർഷൻ വളരെ പെയിൽ ആയിട്ടായിരിക്കും, അതായത് ലൈറ്റ് കളേർഡ് ആയിട്ടായിരിക്കും കാണുന്നത്. ആൻഡ് പെരിഫറൽ പോർഷൻ നല്ല തിക്കായതുകൊണ്ട് അത് നല്ല ഡാർക്ക് കളറിലുമായിരിക്കും കാണുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ മൈക്രോസ്കോപ്പിൽ നിന്ന് വ്യൂ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. ദെൻ ദിസ് ഇസ് അബൌട്ട് ദി സൈഡ് വ്യൂ. അതായത് നമ്മളിപ്പോൾ RBCനെ കട്ട് ചെയ്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് മടങ്ങിയിരിക്കുന്ന സമയത്ത് നോക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും അങ്ങനെയുള്ളതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ സൈഡ് വ്യൂ ഒക്കെ നോക്കുന്നത്. ഓക്കെ, സോ സൈഡ് വ്യൂവിൽ ഇങ്ങനെ ഒരു കോൺകേവിറ്റി ഇൻ ദ മിഡിൽ പോർഷൻ അത് നമുക്ക് കാണാൻ പറ്റും. ബൈക്കോൺകേവ് എന്നുള്ളത് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, മിഡിൽ പോർഷൻ സെൻട്രൽ പോർഷൻ ഇങ്ങനെ ഉള്ളിലേക്ക് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കും, പെരിഫറൽ പോർഷൻ നല്ലപോലെ ബൾജ് ചെയ്തിരിക്കും. അപ്പോൾ ഇത്തരത്തിലാണ് ആ ഒരു RBCയുടെ സൈഡ് വ്യൂ വരുന്നത്. ആൻഡ് ദിസ് ഇസ് ദി ടോപ്പ് വ്യൂ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ അതിനെ കാണുന്നത്. ടു സേ അബൌട്ട് ദി സൈസ് ഓഫ് RBCs, its diameter is 7.2 to 7.5 micrometer. ഈ ഡയമീറ്റർ
നല്ല രീതിക്ക് ഓർത്ത് വെക്കണം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് വേറൊരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് വീണ്ടും ഇതിനെ പറ്റി പറയാനുള്ളതാണ്. സോ ഡയമീറ്റർ ഓഫ് എ നോർമൽ RBC റേഞ്ചസ് ഫ്രം 7.2 to 7.5 മൈക്രോമീറ്റർ. ദെൻ തിക്നെസ് സെൻറ്ററിൽ 1 മൈക്രോമീറ്റർ ആൻഡ് പെരിഫറി 2.2 മൈക്രോമീറ്റർ. സെൻറ്റർ തിന്നാണ്, അതുകൊണ്ടാണ് 1 മൈക്രോമീറ്റർ. പെരിഫറിയിൽ തിക്കായത് കാരണം 2.2 മൈക്രോമീറ്റേഴ്സാണ് അതിൻ്റെ ഇത് വരുന്നത്, തിക്നെസ് വരുന്നത്. ദെൻ സർഫസ് ഏരിയ 120 സ്ക്വയർ മൈക്രോമീറ്റർ ആൻഡ് വോള്യൂം 80 to 90 ക്യൂബിക് മൈക്രോമീറ്റർ. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ സൈസിനെ പറ്റി പറയുന്നത്. ആൻഡ് RBCs വിത്ത് നോർമൽ സൈസ്. അപ്പോൾ സൈസിന് പ്രത്യേകിച്ചും ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഡയമീറ്ററാണ്. 7.2 to 7.5 മൈക്രോമീറ്റേഴ്സ് ഡയമീറ്ററുള്ള RBCനെ നമ്മൾ നോർമോസൈറ്റിക് RBCs എന്ന് പറയും. RBCs വിത്ത് നോർമൽ സൈസ് ആർ കോൾഡ് നോർമോസൈറ്റിക് RBCs. ഈ ഒരു ടേമും ഓർത്ത് വെക്കണം ബിക്കോസ് വി ആർ ഡീലിംഗ് വിത്ത് ദ സെയിം ടേം ഇൻ അനദർ കോണ്ടെക്സ്റ്റ്. ഓക്കെ, ആൻഡ് ഫൈനലി ടു say about the structure of RBCs. RBCs are non-nucleated, so DNA is absent. അപ്പോൾ അത് ഈ മാമൽസിൻ്റെ RBC എല്ലാം തന്നെ നോൺ ന്യൂക്ലിയേറ്റഡ് ആണ്. ഹ്യൂമനും ഒരു മാമലാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. അപ്പോൾ RBC ഓഫ് ഹ്യൂമൻസ് ആർ നോൺ ന്യൂക്ലിയേറ്റഡ്, സോ DNA is totally absent. പക്ഷേ ഈ മാമൽസിൽ തന്നെ ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള RBC കണ്ടെയ്ൻ ചെയ്യുന്നൊരു ആനിമൽ ഉണ്ട്. ഇറ്റ് ഈസ് ക്യാമൽ, നമ്മുടെ ഒട്ടകത്തിൻ്റെ RBC എന്ന് പറയുന്നത് ന്യൂക്ലിയേറ്റഡ് ആണ്. അത് മാത്രമാണ് എക്സെപ്ഷൻ വരുന്നത്. നമ്മുടെ എല്ലാതും നോൺ ന്യൂക്ലിയേറ്റഡ് ആണ്. അപ്പം ന്യൂക്ലിയസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ DNA ഈസ് ടോട്ടലി ആബ്സെൻറ്റ്. ദെൻ മൈറ്റോകോൺട്രിയ ആൻഡ് ഗോൾഗി അപ്പാരറ്റസ് ആർ ആബ്സെൻറ്റ്. അതായത് ഒരു നോർമൽ സെല്ലിനകത്ത് വേണ്ടതായിട്ടുള്ള ഒട്ടുമിക്ക സെൽ ഓർഗനൽസും, എല്ലാ സെൽ ഓർഗനൽസും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഒരു 95 to 96% ഓർഗനൽസും ടോട്ടലി ആബ്സെൻ്റ് ആണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ഗ്ലൈക്കോളിറ്റിക് പ്രോസസ്സ്. ഈ എനേറോബിക് റെസ്പിറേഷനിൽ കൂടെയാണ് അവർക്ക് എനർജി പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത്, ഈ RBCക്കൊക്കെ എനർജി പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത്. Then the cell membrane contains a contractile protein called spectrin that maintains the shape and flexibility of RBC membrane. അപ്പോൾ RBC എന്ന് പറയുന്നത് ബൈകോൺകേവ് ഷേപ്പ് ആണ് നമ്മൾ ആദ്യമേ പറഞ്ഞു. അപ്പോൾ ആ ഒരു ഷേപ്പ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാനും മാക്സിമം ഫ്ലെക്സിബിലിറ്റി കൊടുക്കാനും ഒക്കെ ആയിട്ട് RBCയുടെ ആ ഒരു പ്ലാസ്മ മെംബ്രെയിൻ്റെ മുകളിൽ ഒരു കൺട്രാക്റ്റൈൽ പ്രോട്ടീൻ ഉണ്ട്, ആൻഡ് ദാറ്റ് പ്രോട്ടീൻ ഇസ് കോൾഡ് സ്പെക്ട്രിൻ. അപ്പോൾ ഈ സ്പെക്ട്രിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ആബ്സെൻ്റ് ആകുമ്പോൾ RBCs വിൽ attain a spherical shape instead of that biconcave shape. ഓക്കെ, ഈ സ്പെക്ട്രിൻ ആബ്സെൻ്റ് ആവുന്ന സമയത്ത്, ഡെഫിഷ്യൻ്റ് ആവുന്ന സമയത്ത് ആ ഒരു ബൈകോൺകേവ് ഷേപ്പ് മാറിയിട്ട് RBCക്ക് ഒരു സ്പെറിക്കൽ ഷേപ്പ് വരും. ആൻഡ് ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് സ്പീറോസൈറ്റോസിസ്. SPEROCYTOSIS സ്പീറോസൈറ്റോസിസ് എന്നാണ് ആ കണ്ടീഷനെ പറയുന്നത്. RBC സ്പെറിക്കൽ ഷേപ്പ് അറ്റൈൻ ചെയ്യുന്നത്. അപ്പോൾ സ്പെറിക്കൽ ഷേപ്പ് അറ്റൈൻ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നോർമൽ ഫങ്ഷൻസ് ഓഫ് RBC അത് ക്യാരി ഔട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ടേഷനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് മാത്രമല്ല ദേ വിൽ ബി ഹൈലി ഫ്രജൈൽ, പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവാനും ചാൻസ് ഉള്ള സെല്ലായിട്ട് മാറും. Then presence of hemoglobin gives a reddish color to RBCs. നമുക്കറിയാം, അപ്പോൾ RBCയിൽ നോർമൽ ഹീമോഗ്ലോബിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു നോർമൽ കളർ ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് സച്ച് RBCs വിത്ത് നോർമൽ ഹീമോഗ്ലോബിൻ കണ്ടന്റ് ആൻഡ് വിത്ത് നോർമൽ റെഡ് കളർ ആർ കോൾഡ് നോർമോക്രോമിക് RBCs. Okay, RBC with normal size are called normocytic RBCs, and RBCs with normal color are called normochromic RBCs. ഈ രണ്ട് ടേംസും നമുക്ക് വേറൊരു കോണ്ടെക്സ്റ്റിൽ ആവശ്യമാണ്. And apart from that, the plasma membrane or the cell membrane of RBCs contains specific blood group antigen. We know that the blood is divided into various types of groups. അല്ലേ, വേരിയസ് ഗ്രൂപ്പ്സ് ആയിട്ട് A B O എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പല ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പായിട്ടൊക്കെ ഡിവൈഡ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ RBC മെംബ്രെയിൻ്റെ മുകളിൽ ദർ ഇസ് എ ബ്ലഡ് ഗ്രൂപ്പ് ആൻറ്റിജൻ.
ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ആൻറ്റിജൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രസൻസ്, അതിൻ്റെ കൂടി പ്രസൻസ് അവിടെ കാണുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് അബൌട്ട് ദി സ്ട്രക്ചർ ഓഫ് RBCs. ഇനി നമ്മൾ ഫങ്ഷൻസ് ഓഫ് പ്ലാസ്മ പ്രോട്ടീൻസിൽ ഒരു ഫങ്ഷൻ പറഞ്ഞിരുന്നു, ദാറ്റ് ഇസ് ദെയർ റോൾ ഇൻ റൂലെ ഫോർമേഷൻ അല്ലെങ്കിൽ റൂലെക്സ് ഫോർമേഷൻ എന്നുള്ളത്. RBCയുടെ ഒരു പ്രോപ്പർട്ടിയാണ് എന്നൊക്കെ അതിനകത്ത് പറഞ്ഞിരുന്നു. സോ Rouleau formation means it is the piling up of RBCs one above the other like a pile of coins. RBC ഇങ്ങനെ കോയിൻസ് അടുക്കി അടുക്കി വെച്ചിരിക്കുന്നത് പോലെ RBC ഒന്നിൻ്റെ മേതെ ഒന്ന് കയറിയിരിക്കുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ Rouleau formation എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു പ്രോപ്പർട്ടിയാണ് ഓഫ് RBCs. സോ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ RBC ഒന്നിൻ്റെ മേതെ ഒന്നിങ്ങനെ കയറിയിരിക്കുകയാണ്. അവർ തമ്മിൽ യാതൊരു തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസോ അല്ലെങ്കിൽ അവരവിടെ നശിച്ചു പോകുന്ന കണ്ടീഷനോ ഒന്നും ഉണ്ടായിട്ടില്ല. കുറച്ച് നേരത്തേക്ക് മാത്രം അവരങ്ങനെ ഇരിക്കും. പിന്നെ അത് കഴിഞ്ഞ് നോർമൽ സർക്കുലേഷൻ ആവുന്ന സമയത്ത് ആ റൂലെ ഫോർമേഷൻ എല്ലാം ബ്രേക്കായി പോവുകയും ചെയ്യും. ഈ ഒരു റൂലെ ഫോർമേഷൻ നമ്മുടെ ബോഡിയിൽ സംഭവിക്കാറുണ്ട് വെൻ വി സ്റ്റാൻഡ് ഫോർ എ ലോങ്ങർ പീരിയഡ് ഓഫ് ടൈം. ഇപ്പോൾ നമ്മൾ അസംബ്ലിക്കൊക്കെ പോയി നിൽക്കുമ്പോൾ ഒരുപാട് നേരം ഒരേ നിൽക്കുന്ന സമയത്ത് ചില ആൾക്കാർ തല കറങ്ങി വീഴാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കുറേ നേരം നിൽക്കുമ്പോൾ കാലിൽ ബ്ലഡ് ഇങ്ങനെ വന്ന് അവിടെ ഇങ്ങനെ അടിഞ്ഞു നിൽക്കും. സോ അത് സർക്കുലേഷൻ്റെ ഒരു ഭാഗത്തിന് അല്ലെങ്കിൽ സർക്കുലേഷൻ പ്രോസസ്സിനെ അത് എഫക്റ്റ് ചെയ്യും. എന്ന് വെച്ചെങ്കിൽ അത് ബ്ലഡ് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നത് കാരണം ഹാർട്ടിലേക്ക് തിരിച്ചു വരുന്ന ബ്ലഡിൻ്റെ ആ ഒരു വോളിയം കുറയും. അപ്പോൾ അത് കുറയുന്നതിനനുസരിച്ച് ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയും. അപ്പം അങ്ങനെയാണ് തല കറങ്ങി വീഴുന്നൊരു കണ്ടീഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ കാലിൽ ബ്ലഡ് ഇങ്ങനെ കെട്ടി നിൽക്കുമ്പോൾ നേരെ മറിച്ച് നമ്മൾ കുറച്ച് നേരം ഒന്ന് കാലൊക്കെ ഒന്ന് ഇങ്ങനെ മൂവ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവില്ല. എനിവേ കുറച്ച് നേരത്തേക്ക് ബ്ലഡ് അങ്ങനെ സ്റ്റാഗ്നൻ്റ് ആയിട്ട് ഒന്ന് അൺഡിസ്റ്റർബ്ഡ് ആയിട്ടൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് വെസൽസിനകത്ത് പോലും ഈ റൂലെ ഫോർമേഷൻ സംഭവിക്കും. പക്ഷേ നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ റൂലെ ഫോർമേഷൻ അതെല്ലാം ബ്രേക്കായി RBCs നോർമൽ ഭാഗത്തേക്ക് തന്നെ പോവുകയും ചെയ്യും. സോ റൂലെ ഫോർമേഷൻ ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് RBCs ഒന്നിൻ്റെ മേതെ ഒന്നിങ്ങനെ അടുക്കി വെച്ചതുപോലെയാണ് ഉണ്ടാവുക റൂലെ ഫോർമേഷൻ. നേരെ മറിച്ച് അതിൻ്റെ തന്നെ വേറൊരു ടേം ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് എഗ്ലൂട്ടിനേഷൻ. എഗ്ലൂട്ടിനേഷൻ എന്നുള്ള ടേമും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻറ്ററാക്ഷൻ നടക്കുമ്പോഴാണ് എഗ്ലൂട്ടിനേഷൻ എന്നുള്ളൊരു ടേം കേൾക്കുന്നത്. അതായത് സെൽസ് ഒന്നിൻ്റെ മേതെ ഒന്നിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് പോലെ, ക്ലംപ് ചെയ്തിരിക്കുന്ന പോലെ. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയാക്ഷൻ സംഭവിച്ച് ആ സെൽസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമ്പൈൻ ചെയ്തിട്ട് നിൽക്കുകയാണ്. അതാണ് എഗ്ലൂട്ടിനേഷൻ. അപ്പോൾ എഗ്ലൂട്ടിനേഷനും റൂലെ ഫോർമേഷനും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. റൂലെ ഫോർമേഷൻ എന്ന് പറയുമ്പോൾ അവിടെ സെൽസ് തമ്മിൽ യാതൊരു റിയാക്ഷൻസോ ഒന്നുമില്ല, അവർ ജസ്റ്റ് അടുക്കി വെച്ചിരിക്കുന്ന പോലെയുള്ളൂ. ഒരു ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ അതെല്ലാം സ്പ്ലിറ്റപ്പായി പോവുകയും ചെയ്യും. പക്ഷേ എഗ്ലൂട്ടിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അങ്ങനത്തെ ഒരു കണ്ടീഷനല്ല. സെൽസ് അവിടെ തന്നെ നല്ലപോലെ എന്താ പറയുക, അവർ തമ്മിലൊരു റിയാക്ഷനൊക്കെ നടന്നിട്ട് അത് ഒട്ടിപ്പിടിച്ച പോലെ ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് the last is about the functions of RBCs. So first function is transport of oxygen from lungs to tissues. Second function, transport of carbon dioxide from tissues to lungs. Then buffering action in the blood. അതായത് നമ്മുടെ ബഫർ എന്ന് പറഞ്ഞാൽ എന്താ, ആസിഡ് ബേസ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഫ്ലൂയിഡിനെ അല്ലെങ്കിൽ സൊല്യൂഷനെയൊക്കെയാണ് നമ്മൾ ബഫറിങ് സൊല്യൂഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ആ ഒരു ആസിഡ് ബേസ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ RBC ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ആക്ച്വലി. അപ്പം അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വേറെ ഒരു കോണ്ടെക്സ്റ്റിൽ, ലൈക്ക് നമ്മളതിനെ പറ്റിയിട്ട് റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്ത് ഇതിനെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട്. സോ ആ കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. എനിവേ ഇപ്പോൾ ഇത്രയും മാത്രം മനസ്സിലാക്കാം. ആൻഡ് ദ ലാസ്റ്റ് ഫങ്ഷൻ ഈസ് ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമിനേഷൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ആൻറ്റിജൻസ്, ബ്ലഡ് ഗ്രൂപ്പ് ആൻറ്റിജൻ RBCയുടെ മുകളിൽ പ്രസൻ്റ് ആണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമിനേഷനും അത് സഹായിക്കുന്നു. സോ ദിസ് മച്ച് അബൌട്ട് ദി മോർഫോളജി ഓഫ് RBCs.